ആലുവയിൽ കൊല്ലപ്പെട്ട 4 വയസ്സുകാരി പീഡനത്തിന് ഇരയായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. വിവരം പുറത്തറിയുന്നത് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ്. അച്ഛന്റെ സഹോദരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അമൽനാഥ് പാടിച്ചാലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അമലെ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കല്യാണി പീഡനത്തിനിരയായി എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതും ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് ഇപ്പോൾ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ ദുരൂഹതയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കേസ് തന്നെയാണ് ഈ 4 വയസ്സുകാരിയുടെ ഈ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കൊലപാതകം നടന്നത് മുതൽ അതിനു പിന്നിലുള്ള കാരണം എന്താണ് എന്നത് നിലവിൽ ഇതുവരെ വ്യക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ചോദിക്കുമ്പോൾ ആ കൊലപാതകം ചെയ്ത അമ്മയുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഈ കൊല്ലപ്പെട്ട 4 വയസ്സുകാരി പീഡനത്തിന് ഇരയായി എന്നതാണ് ഈ പ്രധാന വിവരം പുറത്തറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ്. അച്ഛന്റെ സഹോദരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്ന് രാവിലെയോടുകൂടി അച്ഛന്റെ 3 ബന്ധുക്കളെ ഈ കേസിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. അതിൽ 2 പേരെ ഇന്ന് ഉച്ചയോടുകൂടി പറഞ്ഞു വിടുകയായിരുന്നു. എന്നാൽ അച്ഛന്റെ സഹോദരനെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി നിലവിൽ പോലീസ് ചെങ്ങമനാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പോക്സോ കേസാണ് നിലവിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് പുത്തൻകുരിശ് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് പുത്തൻകുരിശ് പോലീസിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും അന്വേഷണം നടക്കുക. പ്രത്യേകിച്ച് പുത്തൻകുരിശ് ഡിവൈഎസ്പി ഒപ്പം തന്നെ ആലുവ ഡിവൈഎസ്പി ഇവരുടെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക സംഘമാകും ഈ പോക്സോ കേസ് അന്വേഷിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ദുരൂഹതകൾ ഏറെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു കൊലപാതകം നടന്ന ഉടൻ തന്നെ ഈ അമ്മ വീട്ടിലേക്ക് എത്തി പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളായിരുന്നു വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തുമ്പോഴും ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളായിരുന്നു സൂചിപ്പിച്ചത്. ഏറ്റവും ആദ്യം ബസ്സിൽ നിന്നും കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇത്തരത്തിൽ പുഴയിൽ എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ പരസ്പരവിരുദ്ധമായ പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത്തരത്തിൽ ഈ കേസിന് പിന്നിൽ അല്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി നിലവിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ അമ്മ ഒരു മാനസിക രോഗിയാണ് എന്ന നിഗമനത്തിലടക്കം എത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു വഴിത്തിരിവ് അല്ലെങ്കിൽ ഇത് മറ്റൊരു കേസ് കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. കുട്ടി പീഡനത്തിന് ഇരയായി എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഭാഗമായി ഈ അച്ഛന്റെ 3 ബന്ധുക്കളെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുന്നു. അതിൽ ഈ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. നിലവിൽ ഇപ്പോൾ 2 കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതക കേസും ഒപ്പം തന്നെ പോക്സോ കേസുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ ഒപ്പം തന്നെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഇതിന്റെ അന്വേഷണം നടക്കുക. ഭദ്ര.